നമസ്കാരം. ചാനൽ ഡിയുടെ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആലുവ നഗരസഭ 12ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആനന്ദ് ജോർജിന് ഉജ്ജ്വല വിജയം. 141 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF സ്വതന്ത്രൻ ചിന്നൻ ടി പൈനാടത്തിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സീറ്റ് നിലനിർത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വായിക്കുകയാണ്. 25 ആലുവ മുനിസിപ്പൽ കൗൺസിലിലേക്ക് 12 മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം 136 വകുപ്പിലും 1995 കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളിലെ 52 ചട്ടത്തിലും ഉൾക്കൊള്ളുന്ന വ്യവസ്ഥകൾ പ്രകാരം മേൽപ്പറഞ്ഞ വാർഡിൽ നിന്ന് പ്രസ്തുത മുനിസിപ്പൽ കൗൺസിലിലേക്കുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിർദ്ദേശിച്ച ശ്രീ ആനന്ദ് ജോർജ് മുളയ്ക്കൽ വീട് വാട്ടർ വർക്ക്സ് ലൈൻ ആലുവ യഥാവിധി തെരഞ്ഞെടുക്കപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നഗരസഭയുടെ 12ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാനമായും ചുക്കാൻ പിടിച്ചുകൊണ്ട് വാർഡിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ ശ്രീ അൻവർ സാദത്ത് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പറയും. തെരഞ്ഞെടുപ്പ് വിജയം ഒരു സംശയം ഉണ്ടായില്ല. വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണെന്നല്ല, നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇന്ന് ആനന്ദ് ജോർജ് ജയിക്കേണ്ടത്. നമുക്ക് സ്ഥാനാർത്ഥിയും നല്ല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തത് അതിൻ്റെ നല്ലൊരു വിജയമാണ് കണ്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ജനങ്ങൾ മറന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്നും പൊതുസമൂഹവും ജനവും എന്ന നമുക്കറിയാം. ഇപ്പോൾ കുറേ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് വളരെ മോശമായ അവസ്ഥയൊക്കെയുണ്ടായി. പക്ഷേ അതിൽ നിന്നൊക്കെ മുക്തമായി ഇന്ന് കോൺഗ്രസ് വീണ്ടും ജനഹൃദയങ്ങളിൽ ഉണ്ടതിൻ്റെ ഒരു പ്രധാനമായ തെളിവാണ് ഇന്നിപ്പോൾ ആനന്ദ് ജോർജിൻ്റെ ഈ ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ KC രാജൻ്റെ മരണത്തോടനുബന്ധിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആനന്ദിൻ്റെ വിജയം ഞങ്ങൾ വളരെയധികം കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകരും ഒരു വിജയമായിട്ട് അതിനെ കാണുന്നു. എന്തായാലും ഇനിയും ആലുവ മുനിസിപ്പാലിറ്റി ഒരു സംശയവും വേണ്ട. ആലുവ മുനിസിപ്പാലിറ്റി അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും അധികാരത്തിൽ കയറുന്നതിൻ്റെ ഒരു പ്രധാന സൂചനയായി ഈ വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആനന്ദിനോടൊപ്പം ഉണ്ടായിരുന്ന DCC ജനറൽ സെക്രട്ടറി ശ്രീ VP ജോർജ്. ആലുവ നഗരസഭ UDFിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന ജനോപകാരപ്രദമായ നടപടികൾക്ക് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ്. ഈ അവസരത്തിൽ അന്തരിച്ചുപോയ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ശ്രീ KC രാജൻ്റെ ഉജ്ജ്വലമായ ആ ഓർമ്മകൾ ഞങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ്. കാരണം രാജൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ അത് ഏറ്റെടുക്കാൻ ശ്രീ ആനന്ദിന് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. ഈ നഗരസഭ നാളിതുവരെ നഗരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആനന്ദ് ജോർജിൻ്റെ വിജയം. ഞങ്ങൾക്ക് തീർച്ചയായും നേരത്തെ മുതൽ അറിയാമായിരുന്നു, അനായാസമായി. ഏതായാലും CPIMൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മത്സരിച്ചവർ കേവലം വളരെ നാമമാത്രമായ ഒരു വോട്ടാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് ആ വളരെ ചുരുങ്ങിയ സംഖ്യയിലേക്ക് അവർക്ക് മാറാനുണ്ടായ സാഹചര്യം. ഇനിയെങ്കിലും CPM കണ്ണു തുറക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രീ സാദത്ത് സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ ഈ നഗരസഭയിലേക്കുള്ള ഒരു വർഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 26 ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് നേടും
എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായി അത്തരം തെരഞ്ഞെടുപ്പുകളുടെ ഒരു നാന്ദിയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ വാർഡിലെ 12ാം വാർഡിലെ നല്ലവരായ വോട്ടർമാർ, അതും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇത്ര കണ്ട് ഭൂരിപക്ഷം ഈ ബൈ ഇലക്ഷനിൽ സമ്മാനിച്ച ഈ വോട്ടർമാരെ ഒരിക്കൽ കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിന് ചാനൽ ഡിയുടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും റിയാസ് കുട്ടമശ്ശേരി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. റിയാസ്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ നോക്കിക്കാണുന്നത്? ഹരി, ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒരർത്ഥത്തിൽ കോൺഗ്രസിന് ആശ്വാസവും പ്രചോദനവുമാണ്. കാരണം ഇതേ ടൈമിൽ തന്നെ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1ാം വാർഡിലും 9ാം വാർഡിലും ഇടതു പിന്തുണയുടെ മത്സരിച്ച സ്ഥാനാർത്ഥികളാണ് അന്ന് വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, ഇനി പൊതുതെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുതെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ നടക്കാനിരിക്കുകയാണ്. അതാണ്ട് 9 മാസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷത്തെ അത് അടുത്ത തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമായിരുന്നു. ഇവിടെ ഇക്കുറി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 82.24% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അതിൽ 593 പേരാണ് വാർഡിൽ വോട്ട് ചെയ്തത്. അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആനന്ദ് ജോർജ് 309 വോട്ടുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. LDF പിന്തുണയോടെ മത്സരിച്ച ചിന്നൻ ടി പൈനാടത്ത് അദ്ദേഹത്തിന് 168 വോട്ടാണ് ലഭിച്ചത്. ഇവിടെ ഈ 2 മുന്നണികൾക്കും ഒരു ശക്തമായ ഒരു റിബലായി തന്നെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റും ആ വാർഡിലെ സജീവ പ്രവർത്തനവുമായിരുന്ന ബാബു എന്ന ആളുടെ ഒരു സ്ഥാനാർത്ഥിത്വം ശരിക്കും വാർഡിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബാബുവിന് 116 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഇത് ചിന്നൻ പൈനാടത്തിന് 168ഉം ബാബുവിന് 116 വോട്ടും ലഭിക്കുമ്പോൾ ആനന്ദ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾക്കിടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ഈ 2 സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഫലം വ്യക്തമാക്കി തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ KC രാജൻ 232 വോട്ടുകൾക്കാണ് അന്ന് ജയിച്ചത്. ഈ KC രാജന്റെ മരണത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത്. ചിന്നൻ പൈനാടത്ത് LDF ഈ തവണ ഇറക്കിയ ഒരു പുതിയ തന്ത്രം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും KC രാജനെതിരെ മത്സരിച്ചത് CPM-ന്റെ പാർട്ടി മെമ്പറും പാർട്ടി ഭാരവാഹിയുമൊക്കെ ആയിട്ടുള്ള സണ്ണി എന്ന ഒരു പ്രവർത്തകനായിരുന്നു. ആ 2 തെരഞ്ഞെടുപ്പിലും സണ്ണി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ CPM അവരുടെ നയം തന്ത്രം മാറ്റി പരീക്ഷിക്കുകയാണ്. ഈ ചിന്നൻ പൈനാടത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ വാർഡിലെ വോട്ടർ പോലുമല്ല, തൊട്ടടുത്ത വാർഡിലാണെങ്കിൽ പോലും പരിസ്ഥിതി പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനം, റെസിഡൻസ് അസോസിയേഷനുമായിട്ടുള്ള ബന്ധവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് LDF ഇക്കുറി ചിന്നനെ പോലെ ഒരു പൂർണ്ണ സ്വതന്ത്രനെ, സർവസമ്മതനായ ഒരു സ്വതന്ത്രനെ നിർത്തി ഈ വാർഡ് തിരിച്ചു പിടിക്കാം എന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അവരുടെ ആ ആഗ്രഹത്തിന് തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി തരുന്നത്. 168 വോട്ട് എന്ന് പറയുമ്പോൾ LDF-ന് പരമ്പരാഗതമായി ആ വാർഡിൽ ലഭിച്ചിട്ടുള്ള വോട്ടുകളല്ലാതെ അതിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്കിത് വ്യക്തമാക്കി തരുന്നത്. പിന്നെ അത് മാത്രമല്ല, ബാബുവിനെ സംബന്ധിച്ച് ബാബു അവിടുത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, പാർട്ടി ഭാരവാഹിയായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പ്രചരണ രംഗങ്ങളിലുമൊക്കെ ബാബുവിന് ഒട്ടേറെ മുന്നേറാൻ സാധിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസത്തോടടുത്തപ്പോൾ യഥാർത്ഥത്തിൽ വാർഡിലെ മത്സരം UDF LDF എന്ന നിലയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബാബു അവിടെ ജയിക്കുമോ തോന്നുള്ളൊരു പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഒരർത്ഥത്തിൽ അതൊരു കോൺഗ്രസ് അനുകൂല വാർഡ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാം. പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിച്ചിരുന്ന വോട്ടുകൾ ഒടുവിൽ ആനന്ദ് ജോർജ് തന്നെ അനുകൂലമായി കിട്ടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഏതായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ മുനിസിപ്പൽ ഭരണത്തിനുള്ള ഒരു അംഗീകാരം കൂടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ നടത്തിയിട്ടുള്ള ഈ നഗരസഭയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്കൊന്നും
വേണ്ടത്ര ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ജനങ്ങൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഈ 12ാം വാർഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. കാരണം ഒന്നിലധികം പേര് ഈ സീറ്റിലേക്ക് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരികയും തർക്കങ്ങൾ ഇവിടെ പരിഹരിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥയിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൻ്റെ ചുമതല DCCക്ക് കൈമാറി ഒടുവിൽ DCC ആണ് ആനന്ദ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് ക്യാമ്പുകൾക്കുള്ള ഒരു വിള്ളലുണ്ടായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുകയും ചെയ്തതോടുകൂടി UDF ക്യാമ്പും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി എന്നൊരു പ്രതീതിയിൽ തന്നെയാണ് പ്രവർത്തനം നടത്തിയത്. അത് വാർഡിൽ അത് ബോധ്യപ്പെടുത്തുവാൻ എല്ലാ നേതാക്കൾക്കും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അൻവർ സാദത്ത് MLA, UDF ചെയർമാൻ M. മോജൻ, DCC ജനറൽ സെക്രട്ടറി KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ് എന്ന് തുടങ്ങി എല്ലാ നേതാക്കന്മാരും ഈ വാർഡ് കേന്ദ്രീകരിച്ച് ഈ 12ാം വാർഡ് കേന്ദ്രീകരിച്ച് ഒരാഴ്ച നീണ്ടുനിന്ന ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി എല്ലാ വീടാന്തരം കയറി ഇറങ്ങി ആനന്ദ് ജയിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടാതിരിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യം വോട്ടർമാരെ പരമാവധി ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വിജയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും ചിന്നണ്ടി പയനാടത്തിന് വേണ്ടിയിട്ട് പ്രമുഖരായ ആളുകളെല്ലാം ഇടതുപക്ഷത്തിന് P. രാജീവ് MP, മുൻ MLA M. യൂസഫ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സലീം, ലോക്കൽ സെക്രട്ടറി സഹീർ അടക്കമുള്ള ആളുകൾ അവരും ഇതുപോലെ തന്നെ വാർഡിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാർഡിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയെങ്കിലും വേണ്ടത്ര നിലയിൽ അത് വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ബാബുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം ആരും ബാബുവിനെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ബാബു പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ ഈ കോൺഗ്രസിലെ അസംതൃപ്തരായിട്ടുള്ള പ്രവർത്തകരുടെയും അവരുടെ വീട്ടുകാരുടെയും എല്ലാം വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ബാബു. പക്ഷേ അവസാന നിമിഷം മത്സരം UDF LDF തലത്തിലേക്ക് മാറിയതോടെ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള UDFന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആനന്ദിന് അനുകൂലമായി ചിന്തിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന കാരണം. ഇത് സംബന്ധിച്ച് ഇപ്പം കോൺഗ്രസിനകത്ത് ഈ വിജയം ഒരു ആശ്വാസമാണ് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയൊരു പരാജയം കൂടി ഏറ്റുവാങ്ങാനുള്ള ഒരു ശേഷി ശരിക്കു പറഞ്ഞാൽ ആലുവ നഗരസഭ എന്ന് പറഞ്ഞാൽ പ്രത്യേകത കേരളത്തിൽ മുന്നണി സംവിധാനമില്ലാതെ കോൺഗ്രസ് തനിച്ചു ഭരിക്കുന്ന ഏക നഗരസഭയാണ് ആലുവ. അപ്പോൾ മൃഗീയമായ ഭൂരിപക്ഷവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു കാരണവശാലും ഇപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നാൽ പോലും ഇത് നഗരഭരണത്തെ ഒരു കാരണവശാലും ബാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ പരാജയം പാർട്ടിക്കുണ്ടായ ഒരു നാണക്കേട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി മാറ്റിയെടുക്കാൻ സാധിച്ചു. ആനന്ദിനെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ആനന്ദ് 2 പ്രാവശ്യം ഒന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിച്ചതാണ്. രണ്ടാമത് തൊട്ടു മുമ്പ് നടന്ന 9ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള മൈക്കിൾ പട്ടമന എന്ന കോൺഗ്രസ് സിറ്റിംഗ് കൗൺസിലർ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ ആനന്ദ് ജോർജ് മത്സരിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ആനന്ദിനെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായി 2 തെരഞ്ഞെടുപ്പുകളിലുള്ള പരാജയത്തിന് ഇതുകൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആനന്ദിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിക്കുമായിരുന്നു. എന്നിരുന്നാലും ഈ മൂന്നാമത് അംഗത്തിൽ വളരെ മാന്യമായ നിലയിൽ തന്നെ ആനന്ദിന് ജയിച്ച് കയറാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനും ആനന്ദിനും ഒരുപോലെ ആശ്വസിക്കാനും പ്രചോദനമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആലുവ നഗരസഭയുടെ 12ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആനന്ദ് ജോർജ് 141 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിജയം പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പം ആനന്ദ് ജോർജ് ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ അന്തരിച്ച ശ്രീ KC രാജന്റെ നിര്യാണത്തെ തുടർന്ന് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് കടന്നു വന്ന ആ നിമിഷം മുതൽ ജയത്തിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. സ്വല്പം UDF ക്യാമ്പിൽ ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി പതിവിൽ വിപരീതമായി UDFിലെ ഘടകകക്ഷികളെല്ലാം ആലുവ നഗരസഭയിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ
സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അന്തരിച്ച ശ്രീ KC രാജൻ, ഞങ്ങളുടെയൊക്കെ നേതാവ്, അദ്ദേഹത്തിൻ്റെ വാർഡിലെ ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനം, ജനങ്ങളോടുള്ള ബന്ധം, ആ ബന്ധം എനിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എനിക്ക് വളരെയധികം അത് സഹായകരമായി. തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ UDF പ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റ് കക്ഷികളിലെ ആളുകൾക്കുമെല്ലാം ഇത്തരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആനന്ദ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ തോപ്പിൽ അബു നമ്മോടൊപ്പം ഉണ്ട്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിച്ച ആനന്ദ് ജോർജിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ച ജനങ്ങൾക്ക് എല്ലാ തരത്തിലും UDFിനെ അനുകൂലമായി, ആലുവയിൽ UDFിന് അനുകൂലമായി നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ വാർഡിലെ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. UDF സ്ഥാനാർത്ഥി ആനന്ദ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രവർത്തകരും നേതാക്കളുമാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. 12ാം വാർഡിലെ മത്സരിച്ച ആനന്ദ് ജോർജിന് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് അവിടുത്തെ കോൺഗ്രസിന്റെ ബൂത്ത് സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. ഈ 12ാം വാർഡിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ ആനന്ദ് ജോർജ് ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ബൂത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ആനന്ദ് ജോർജ് ജയിക്കാൻ കാരണം. ഇത്രേ പറയാനുള്ളൂ എനിക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ശ്രദ്ധേയമായ സംഭവം ഈ വാർഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നതാണ്. ഈ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PB സുനീർ നമ്മോടൊപ്പം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആലുവ നഗരസഭ കഴിഞ്ഞ 4 വർഷമായി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുള്ള ജനങ്ങളുടെ പിന്തുണയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലും ബഹുമാന്യനായ അന്തരിച്ച KC രാജൻ തുടങ്ങി വച്ച വികസന പ്രവർത്തനങ്ങൾ അതിനൊരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആനന്ദ് ജോർജിനെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചത്. ജനങ്ങൾ അത് സ്വീകരിച്ചു. അതിൻ്റെ ഈ യൂത്ത് കോൺഗ്രസ് വളരെയധികം ഇതിൻ്റെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷെഫീഖുണ്ട്. അതുപോലെ തന്നെ അനസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ചിട്ടയായ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷെഫീഖിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അതുപോലെ തന്നെ അജ്മൽ കാമ്പായി, അങ്ങനെ ഒട്ടനവധി യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ജനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തി ഞങ്ങളെ വിജയിപ്പിച്ചതിൽ അതിയായ നന്ദി യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ അറിയിക്കും. ആലുവ നഗരസഭയിൽ 12ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച ശ്രീ ആനന്ദ് ജോർജിനെ വൻ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിച്ചതോടുകൂടി കഴിഞ്ഞ 4 വർഷമായി ആലുവ നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന UDF ഭരണസമിതി ശ്രീ MT ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊരു അംഗീകാരമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത്. ഈ ഇലക്ഷനിൽ ആനന്ദ് ജോർജിൻ്റെ ഇലക്ഷനിൽ ബഹുമാനപ്പെട്ട അന്തരിച്ച ശ്രീ KC രാജൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു പിന്തുടർച്ച, അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇതിൽ ആനന്ദ് ജോർജിൻ്റെ വിജയത്തിനായി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തിരുന്നു. അതിനുകൂടിയുള്ളൊരു വിജയമാണ്. ഇതൊരു യുവത്വത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ കൂടി വിജയമാണ്. ഈ വിജയം വരുന്ന തിരഞ്ഞെടുപ്പുകളിലും നമുക്കൊരു വൻ വിജയത്തിലേക്കുള്ളൊരു മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ വോട്ടർമാർക്കും യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇലക്ഷനിൽ ആനന്ദ് ജോർജിന് ഭൂരിപക്ഷമായിട്ട് സഹായം ചെയ്തത് ചക്കിയ സമുദായത്തിൻ്റെ മുനിസിപ്പാലിറ്റി തൊഴിലാളികളും കോട്ടറേസിലുള്ള തൊഴിലാളികൾക്കും നന്ദി രേഖപ്പെടുത്താൻ നല്ല രീതിക്ക് നല്ലൊരു പാടും പട്ട് നല്ലൊരു പോരാട്ടം പാടി ആനന്ദ് ജോർജിനെ ഞങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് വിജയിച്ചു വന്നതാണ്. എല്ലാവരും വോട്ടിട്ട് സഹായിച്ചവർക്ക് എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. സക്രിയ സമുദായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജില്ലാ സക്രിയ സമുദായത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും പറഞ്ഞ് നല്ലത് പറയുന്നു. ആലുവ നഗരസഭയുടെ 12ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ ആനന്ദ് ജോർജ് വിജയിച്ചു. ആനന്ദ് ജോർജിന് വേണ്ടി UDFും കോൺഗ്രസ് പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും വാർഡിലെ നിവാസികളും എല്ലാം ഒന്നിച്ച് ചേർന്ന് നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ കഴിഞ്ഞു.
രാഷ്ട്രീയത്തിന് അതീതമായി നല്ല ഒരു വ്യക്തിത്വത്തിനും പൊതുപ്രവർത്തന നിലയിൽ വളരെ നല്ലൊരു വ്യക്തിത്വമുള്ളൊരു വ്യക്തിയാണ് ആനന്ദ് ജോർജ്. അതിന് കിട്ടിയ അംഗീകാരമാണ് ഈ വിജയം. വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും വാർഡ് നിവാസികൾക്കും ചക്ലിയർ സഭയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റും നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ MP സൈമൺ. പന്ത്രണ്ടാം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് UDFിൻ്റെ ഉജ്ജ്വല വിജയമായി ഞാൻ കാണുകയാണ്. കഴിഞ്ഞ കാലമായി നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ്. 2010 ഞങ്ങൾ സ്ഥാനത്ത് വരുമ്പോൾ ഈ നഗരത്തിൽ മുഴുവനും ചീഞ്ഞു നാറിയ വേസ്റ്റ് കൂമ്പാരമായിരുന്നു. നഗരം ശുചീകരിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരമാണ് ശ്രീ KC രാജൻ്റെ നിര്യാണം മൂലമുണ്ടായ ഈ ഒഴിവ് നികത്താൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായത്. ഞാൻ എല്ലാ പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും ആനന്ദം ജയിപ്പിക്കാൻ സഹായിച്ച ആ വാർഡിലെ എല്ലാ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആനന്ദ് ജോർജ്